കറതീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. ഓഗസ്റ്റ് 19-നാണ് അദ്ദേഹത്തെ എയിംസിലെ അടിയന്തര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. JNUവിലെ കാലമാണ് യെച്ചൂരിയിലെ രാഷ്ട്രീയക്കാരനെ പാകപ്പെടുത്തിയത്. പടിപടിയായി ഉയർന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ച പാർലമെന്റേറിയനായും പേരെടുത്തു. 2015-ലാണ് പാർട്ടിയുടെ അമരത്തെത്തുന്നത്. 2022 ഏപ്രിലിൽ കണ്ണൂരിൽ നടന്ന 23-ാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി 3-ാം തവണയും പാർട്ടി തെരഞ്ഞെടുത്തത്. 1992 മുതൽ PB അംഗമാണ്. 2005 മുതൽ 2017 വരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ധാരയിലെ പ്രായോഗികവാദിയായി വിലയിരുത്തപ്പെടുന്ന യെച്ചൂരിയായിരുന്നു 1-ാം UPA സർക്കാരിൽ പലപ്പോഴും കോൺഗ്രസും CPMുമായുള്ള പാലമായി പ്രവർത്തിച്ചത്. 1974-ൽ SFIയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഒരു വർഷത്തിനു ശേഷം CPMൽ അംഗമായി. JNUവിൽ വിദ്യാർത്ഥിയായിരിക്കെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയതിന് 1975-ൽ അറസ്റ്റിലായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977-78 കാലഘട്ടത്തിൽ 3 തവണ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു. JNUവിൽ ഇടതുകോട്ട കെട്ടിപ്പടുക്കുന്നതിൽ പ്രകാശ് കാരാട്ടിനൊപ്പം നിർണായക പങ്കുവഹിച്ചു. 78-ൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് പ്രസിഡന്റുമായി. ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള JNU അടിയന്തരാവസ്ഥ കാലത്ത് തിളച്ചുമറിഞ്ഞു. 78-79 കാലയളവിൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും യെച്ചൂരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77-ൽ പാർട്ടി ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. യെച്ചൂരി അന്ന് പാർട്ടിയിൽ പ്രബലനായ BT രണദിവയുടെ സഹായിയായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച യെച്ചൂരിയിലെ നേതാവിനെ കണ്ടെത്തിയതും വളർത്തിക്കൊണ്ടുവന്നതും ബസവ പുന്നയായിരുന്നു. യെച്ചൂരിയെ CPM കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് സാക്ഷാൽ EMSഉം. പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആളെ തരണമെന്ന് EMS സംസ്ഥാനങ്ങളോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. യുവരക്തങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ EMS മുൻകൈയെടുത്തപ്പോൾ 84-ൽ കാരാട്ടും യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാക്കളായി. 85-ലെ 12-ാം പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനും S രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2022-ൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്ററായിരുന്ന സീതാറാം യെച്ചൂരി 2005-ൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തക സീമയാണ് ഭാര്യ. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ആശിഷ് യെച്ചൂരി, ഡോക്ടർ അഖില യെച്ചൂരി, ഡാനിഷ് എന്നിവരാണ് മക്കൾ.